പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായ ദുബായ് ബുർജ് ഖലീഫയിൽ പൂർത്തിയായി. 8 ലക്ഷത്തോളം സന്ദർശകർ പുതുവർഷാഘോഷത്തിന് ബുർജ് ഖലീഫ പരിസരത്തെത്തുമെന്നാണ് വിലയിരുത്തൽ. ദുബായ് നഗരത്തിൽ കടുത്ത ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുത കാഴ്ചയെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിനി മണിക്കൂറുകൾ മാത്രം കാത്തു നിന്നാൽ മതി. ഏതാണ്ട് 6 മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ബുർജ് ഖലീഫ ഇതുപോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുങ്ങിക്കഴിഞ്ഞു, പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ആ പുതുവർഷം എത്തിയാൽ മാത്രം മതി. ഏതാണ്ട് 8 ലക്ഷം പേർ പുതുവർഷാഘോഷത്തിന് ഇവിടെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. നാടിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പുതുവർഷാഘോഷത്തിന് ബുർജ് ഖലീഫയ്ക്ക് മുന്നിലെത്തും. ദുബായ് നഗരത്തിൽ ആകെ 27 ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 8 ലക്ഷം ആളുകളും ഇവിടെ ബുർജ് ഖലീഫയുടെ സമീപത്ത് പുതുവർഷാഘോഷത്തിനെത്തും. വൈകുന്നേരം 4 മണി മുതൽ തന്നെ ഇങ്ങോട്ടുള്ള റോഡുകളൊക്കെ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റ് പല മാർഗങ്ങൾ, പ്രത്യേകിച്ച് മെട്രോ അടക്കമുള്ളവ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ബുർജ് ഖലീഫയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടെന്ന് പറയാനുള്ള കാരണം 6 മാസം നീണ്ട തയ്യാറെടുപ്പുകൾ മാത്രമല്ല, പൂർണ്ണമായും നവീകരിച്ചിട്ടുള്ള LED ലൈറ്റുകളും സംവിധാനങ്ങളും ലേസർ സംവിധാനങ്ങളുമാണ് ബുർജ് ഖലീഫയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി അതിനും അപ്പുറത്തേക്ക് ഇവിടെ ഈ കാണുന്ന വെള്ളത്തിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നൃത്ത പരിപാടികളും അതേപോലെ തന്നെ മ്യൂസിക്കൽ ലൈറ്റ് ഷോയും എല്ലാം ഉണ്ടാകും. UAE-യുടെ, ദുബായിയുടെയും ഒക്കെ ചരിത്രമാണ് നൃത്ത രൂപത്തിൽ അവതരിപ്പിക്കുക. 100 കണക്കിന് കലാകാരന്മാർ ഉണ്ടാകും. അതിന്റെ പരിശീലനവും മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. അതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതായാലും വൈകുന്നേരം 8 മണിക്ക് ഗ്രാൻഡ് പരേഡ് ഉണ്ട്. അതും ദുബായിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ, അല്ലെങ്കിൽ ബുർജ് ഖലീഫയുടെ മുന്നിലെ ആഘോഷത്തിൽ ഇന്നുവരെ ഇല്ലാത്തതാണ്. ഗ്രാൻഡ് പരേഡിൽ രാജ്യത്തിന്റെ സംസ്കൃതിയും രാജ്യത്തിന്റെ വൈവിധ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ളതായിരിക്കും ആ പരേഡ്. മാത്രമല്ല, അതിനും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവിടേക്ക് അതിന് കാണാൻ വേണ്ടി പോകുന്നവർക്കും അധികൃതർ നൽകിയിട്ടുണ്ട്. ഗ്രാൻഡ് പരേഡ്, അതിനുശേഷം മറ്റ് പല ആഘോഷങ്ങളും ബുർജ് ഖലീഫയുടെ ബൊളിവാർഡിലും അതേപോലെ തന്നെ റാഷിദ് ബൊളിവാർഡിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. തുടർന്നാണ് രാത്രിയോടുകൂടി, അർദ്ധരാത്രിയോടുകൂടി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വെടിക്കെട്ടുണ്ടാക്കുക. മറ്റൊരു കാര്യം കൂടി എല്ലാവരും ഓർക്കുക, ഈ വെടിക്കെട്ട് ഇന്ന് തീരുന്നതല്ല, 8 ദിവസം ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 31 അർദ്ധരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ 7-ാം തീയതി വരെ, ജനുവരി 7-ാം തീയതി വരെ വെടിക്കെട്ടുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇതൊന്നും ആകില്ല ഇവിടുത്തെ കാഴ്ചകൾ. ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നിന്ന് മുഷീർ കൊടിയിലപ്പോൾ സുരേഷ് ഒള്ളിക്കുറ്റം, മാതൃഭൂമി.